വോട്ടർമാരെ അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നിലപാടുകൾ ഇനിയെങ്കിലും നിർത്തിക്കൂടെ? സംസ്ഥാന സർക്കാരെ, മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് പറയാൻ കാരണം ഇന്നലെ അവരുടെ ഒരു നാടകം കണ്ടു. നാടകത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആശാപ്രവർത്തകർ 10-35 ദിവസം കൊണ്ട് സമരം ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങളിൽ ഒന്നുപോലും അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നത് കാരണം അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവരെ കളിയാക്കി വിട്ടു. ഈ മന്ത്രി അടക്കം CPM-ന്റെ നേതാക്കന്മാരും അവരുടെ തൊഴിലാളി സംഘടന നേതാക്കന്മാരും ഇവരെ വളരെ മോശമായിട്ട് അധിക്ഷേപിച്ച് സംസാരിക്കുന്നതിനൊപ്പം തന്നെ ചർച്ചയ്ക്കാണെന്നും പറഞ്ഞ് വിളിച്ചിട്ട് അതിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ, ആരോഗ്യ മിഷന്റെ ഡയറക്ടർ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഇപ്പോൾ മന്ത്രി അവരെ വിളിച്ചിട്ട് നിങ്ങൾ ഈ സമരം നിർത്തിപ്പോ, വെയിലുള്ള നിർത്തിപ്പോന്ന് പറഞ്ഞ് അവരെ കളിയാക്കി വിടുകയൊക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ സമരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി 3 പേർ വീതം അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. അപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി മന്ത്രി ഒരു ഇത് കാണിച്ചു. എന്താണ്? കേന്ദ്രമന്ത്രിയെ കാണാൻ ശ്രമിച്ചു, കാണാൻ അനുവാദം കിട്ടിയില്ലെന്ന്. എന്തിനാ എപ്പോഴാണ് മന്ത്രിയെ കാണാൻ ശ്രമിച്ചത്? ക്യൂബയിൽ നിന്ന് കുറെ വിപ്ലവകാരികൾ വരുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ. ആ പ്രതിനിധി സംഘത്തെ കാണാൻ വേണ്ടി ഡൽഹിക്ക് പോയി. ഡൽഹിക്ക് പോയപ്പോൾ ജസ്റ്റ് അവിടെ ചെന്നിട്ട് ഒരു കത്തെഴുതിയാൻ കൊടുത്തു. കേന്ദ്രമന്ത്രിയെ കാണണമെന്നും പറഞ്ഞു, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണണം, JP നദ്ദയെ കാണണമെന്നും പറഞ്ഞു. ഇന്നലെ അവിടെ ചെന്നു. ഇന്നലെ ഒരു കത്ത് 19-ാം തീയതി അവിടെ ചെന്നിട്ട് 19-ാം തീയതി ഒരു കത്ത് അവിടെ വെച്ച് തയ്യാറാക്കിച്ചു കൊടുത്തു, കാണണമെന്നും പറഞ്ഞു. ഇത് നടക്കുന്ന കാര്യം അവർക്കും അറിയാം, നമ്മൾക്കെല്ലാം അറിയാം. പ്രത്യേകിച്ച് ഇന്ത്യ മൊത്തം ഭരിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. ഒരു സംസ്ഥാനത്തിന്റെ കാര്യം മാത്രം അദ്ദേഹത്തിന് നോക്കിയാൽ പോരാ. അദ്ദേഹം അതുകൂടാതെ തന്നെ ആ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനുമാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഔദ്യോഗികമായിട്ടുള്ള പാർട്ടിയുടെ കാര്യങ്ങളുമായിട്ട് അദ്ദേഹം ഇങ്ങനെ തിരക്കിൽ ഉള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 2-3 ദിവസം മുമ്പെങ്കിലും അനുവാദം മേടിക്കണ്ടേ, സമയം മേടിക്കണ്ടേ? ഇതൊന്നും അങ്ങോട്ട് ചെന്നിട്ടൊരു നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ടൊരു വെള്ളപ്പേപ്പർ എടുത്ത് വെച്ച് ഒരു അപേക്ഷ എഴുതി കൊടുക്കുന്നതിൻ്റെ കൂട്ട് ഒരു അപേക്ഷ കൊടുത്തു, കേന്ദ്രമന്ത്രിയെ കാണണമെന്നും പറഞ്ഞു. അവർക്ക് തന്നെ അറിയാം അനുവാദം കിട്ടത്തില്ലെന്നറിയാം. അപ്പം അവിടുന്ന് അറിയിപ്പ് കിട്ടി, ഇപ്പം കാണാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം മുൻകൂട്ടി സമയം മേടിക്കാതെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ലെന്നുള്ള ഇത് അറിയിച്ചു. അവർ തിരിച്ചു വന്നു. എന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞെന്താണ്, ഞാൻ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുമതി തേടി, അത് കിട്ടിയില്ല, ഇനിയും കിട്ടുമ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവനയൊക്കെ ഇറക്കുന്നേ കണ്ടു. ഇത് എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത്? ഉള്ള കാര്യം ജനങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. ഞാൻ ഡൽഹിയിൽ പോയി, ഇന്ന ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് പോയി, ഞങ്ങളുടെ ക്യൂബൻ സഹാക്കളെ കാണാൻ പോയി. എനിക്ക് ഈ ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം നോക്കുന്നതിനെക്കാട്ടി അത്യാവശ്യം ഞാൻ ഒരു പാർട്ടിയാണ് എന്നെ മന്ത്രിയാക്കിയത്. അപ്പോൾ പാർട്ടിയുടെ കാര്യമാണ് എനിക്ക് ആദ്യം എൻ്റെ പരിഗണന. അതുകൊണ്ട് ഞാൻ അവിടെ പോയി. അതിന് പോയെങ്കിലും ഞാൻ ഈ കേന്ദ്രമന്ത്രിയെ കൂടെ കാണാനൊന്ന് ശ്രമിച്ചു. അത് മുൻകൂട്ടി അനുവാദം മേടിക്കാത്തതുകൊണ്ട് അനുവാദം കിട്ടിയില്ല എന്ന് ഉള്ള യാഥാർത്ഥ്യം ജനങ്ങളോട് പറയുന്നതിന് എന്തിനാണ് ഇവർ മടിക്കുന്നത്, ബുദ്ധിമുട്ടുന്നത്? അതുകൂടെ നമ്മളെ എല്ലാം ജനങ്ങളെ പൊട്ടരാക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ടൊരു കള്ളത്തരും. എന്നിട്ട് ഇപ്പം അത് ഇന്നത്തെ ഒരു പത്രസമ്മേളനത്തിൽ കാണുന്നു, ഇത് വാർത്തയായതിൽ ഈ കള്ളം പൊളിച്ചതിൽ മാധ്യമപ്രവർത്തകരോട്, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിനോടുള്ള ആ ഒരു ദേഷ്യമൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയും കണ്ടു. വീണ ജോർജ്, നിങ്ങളൊരു മന്ത്രിയാണ്, ഈ കേരളം ഭരിക്കുന്ന മന്ത്രിയാണ്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതാണ്. മാധ്യമങ്ങൾ എന്ത് കഴിച്ചു? അവര് സത്യം ജനങ്ങളെ അറിയിച്ചു. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് തെറ്റുണ്ടായത്. നിങ്ങൾ ഡൽഹിക്ക് പോകാൻ എന്തായാലും പെട്ടെന്ന് തീരുമാനിച്ചതല്ല. ഈ ക്യൂബൻ സംഘം വരുമെന്ന് നേരത്തെ അറിഞ്ഞു, അവരെ കാണാൻ പോകുന്നത് നേരത്തെ തീരുമാനിച്ചതാണ്. തീർച്ചയായിട്ടും അതിന് പോകുന്നതിന് ഒരു 3-4 ദിവസം മുമ്പ് തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രിയുടെ കാണാൻ താല്പര്യമുള്ള കാര്യം അറിയിച്ചുകൊണ്ട് ഒരു കത്ത് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം അനുവദിച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുമതി ലഭിച്ചതിനുമായിരുന്നു. അത് ചെയ്യാതെ ഇങ്ങനൊരു പ്രഹസനത്തിന് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഒന്ന് പോയി അവിടെ ചെന്ന് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുത്തെങ്കിൽ എൻ്റെ കൂട്ടൊരു അപേക്ഷ എഴുതി കൊടുത്ത് കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കഥയില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞാലും ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം
അങ്ങനെ ഒന്നും പെട്ടെന്ന് കയറി ഈ ചെന്നങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുന്നതിൻ്റെ കൂട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് ജനങ്ങൾ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കത്തില്ല, നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കത്തുള്ളൂ. കാരണം അവർ പറയും അവിടെ ആഭ്യന്തര സംസ്ഥാനം ഭരിക്കുന്ന ആരോഗ്യമന്ത്രിയാണ്, വെറുതെ കള്ളത്തരം പറയും, ഒരു കാര്യമില്ല കള്ളത്തരം പറയുന്ന ആളാണ് എന്നുള്ള ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരം നിങ്ങളെക്കുറിച്ച് ആളുകൾ പറയത്തുള്ളൂ. അത് വരുത്താ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് അങ്ങ് പറയുക. ഞാൻ ഡൽഹിയിൽ പോയി കൂട്ടത്തിൽ മന്ത്രിയെ കൂടെ കാണാമെന്ന് ശ്രമിച്ചു, പക്ഷേ മുൻകൂട്ടി അനുവാദം മേടിക്കാതുകൊണ്ട് പറ്റിയില്ല. പിന്നീട് അനുമതി കിട്ടും എന്നുള്ള കാര്യം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് പകരം എന്തിനിങ്ങനെ അവരെ പിന്നെ എന്ത് കള്ളം പറഞ്ഞ് സ്വയം അപഹാസ്യമാകുന്നു. അതൊക്കെ ഇനിയെങ്കിലും നിങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി. ജനങ്ങളുടെ ചിന്ത ഒക്കെ ഒരുപാട് മാറി. ഇപ്പം ആരും രാഷ്ട്രീയ അടിമകളല്ല, ഒരു പാർട്ടിയുടെ അടിമകളല്ല. പ്രത്യേകിച്ച് CPM അടിമകളുണ്ട്. അവരെ അടിമകളെന്ന് പറയുന്നത് CPM അടിമകൾ എന്തു പറഞ്ഞാലും കാപ്സ്യൂൾ വിഴുങ്ങിയിട്ട് അടിമ വിധേയരായി നിൽക്കുന്ന കുറേ പേര് കാണും. പക്ഷെ അവരിൽ നിങ്ങൾ പോയില്ലെങ്കിൽ പോലും അവരങ്ങോട്ട് ഒന്നും പറയത്തില്ല. പക്ഷെ അല്ലാതുള്ള ഒരു ഭാഗമുണ്ട്, നിങ്ങൾക്ക് വോട്ട് തന്നവർ വരെയുണ്ട്, രാഷ്ട്രീയം ഇല്ലെങ്കിൽ പോലും. അവരുടെയൊക്കെ മുന്നിൽ നിങ്ങൾ അപഹാസ്യമാകാതെ ഉള്ള ഇനിയെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഉള്ള യഥാർത്ഥ വിവരങ്ങൾ മാത്രം ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക, അവരുടെ അടുത്ത് കള്ളം പറയാതിരിക്കുക, അവരെ വിഡ്ഢികളാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത്ര മാത്രമാണ് മാന്യമായ ഒരു ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മന്ത്രിപ്പണി എന്ന് തന്നെ പറയാം. അത് നിങ്ങളുടെ ഒന്നും പ്രവർത്തന സേവനമല്ല, രാഷ്ട്ര നന്മ ജനങ്ങളുടെ നന്മയല്ല, അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിൽ ഉദ്ദേശിച്ച് മാത്രമാണ് നിങ്ങളൊക്കെ ഈ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മന്ത്രിപ്പണി എന്ന് തന്നെ പറയുന്നത്. ഈ സേവനമാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഈ രീതിയിൽ പെരുമാറത്തില്ല. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മന്ത്രിപ്പണി ഈ തീരുന്നിടത്തോളം എന്തായാലും കുറച്ചൊക്കെ സത്യസന്ധത കാണിക്കുക. ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ വെറും വിഡ്ഢികളാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഒരു പരിഷ്കൃതയായുള്ള ഒരു സ്ത്രീക്കും പുരുഷനും ഏറ്റവും അനുയോജ്യം എന്ന കാര്യം മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.